ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം എന്താ, ഷോർട്സ് ഇടാൻ പറ്റുന്നില്ല, ലോങ് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. കാരണം പനിയും മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് നേരാവണ്ണം ഇരിക്കാൻ കൂടി പറ്റുന്നില്ല. ഒറ്റ അടിക്ക് കിടക്കുകയായിരുന്നു ഞാൻ. ഇന്നാണൊന്ന് ആദ്യമായിട്ടൊന്ന് കോളേജിൽ പോയത്. കോളേജിൽ പോയിട്ട് ഡ്രസ് മാറിയിട്ട് ഇരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഒരിക്കലും 1K അത് പറയാൻ മറന്നു. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി ബിക്കോസ് ഓഫ് യു ഗൈസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത്. ഞാൻ ഒരു ജൂലൈ 3-നാണ് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഞാൻ ഒരു വീഡിയോ ഇട്ടു ആൻഡ് അതിനൊരു 62K വ്യൂസ് കിട്ടി. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. ഇനി അങ്ങനെ 5K, 7K, 10K അങ്ങനെ 1 lakh ഒക്കെ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് ലാഗ് ആക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വീഡിയോ കയ്യിൽ നിന്ന് പോയി, കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏജാണ്. അപ്പോൾ എന്നെ കണ്ട കുറേ പേര് പറയും +2-ലാണോ പഠിക്കണേ അതോ +1-ലാണോ പഠിക്കണേ എന്ന്. അപ്പം എങ്ങനെ നോക്കും, അവരെന്നെ ആക്കിയതാണോ അതോ ശരിയെ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന്. അപ്പോൾ ഞാൻ പറയും അല്ല, ഞാൻ PGക്ക് പഠിക്കുകയാണെന്ന് പറയും, പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ ഞാൻ പറയും 21 വയസ്സായി എന്ന് പറയും. എനിക്ക് 21 വയസ്സാട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും പറയും 21 എന്ന് പറയും. അപ്പോൾ 21 എന്നാക്കണ്ട, 21 വയസ്സ്. അപ്പോൾ എനിക്ക് 21 വയസ്സാണ്. അപ്പോൾ എന്നെ കണ്ട അത്ര പറയില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഒരുങ്ങി ഇറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലും മമ്മൂട്ടിയെന്ന് ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അത് ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കും. എന്ത് ചെയ്യാം. അങ്ങനെ എനിക്ക് 21 വയസ്സാണ്. പിന്നെ സ്ഥലം, എൻ്റെ സ്ഥലം വന്നിട്ട് പാലക്കാടാണ്. പാലക്കാടുകാരനാണെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാവുന്നു ഞാൻ. ആൻഡ് 4th ഓപ്ഷൻ സ്റ്റുഡൻ്റ് ആണോ എന്നാണ്. സ്റ്റുഡൻ്റാണ്, ഞാൻ ഒരു PG സ്റ്റുഡൻ്റാണ്. എന്താ പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ. MA ഇംഗ്ലീഷാണ് ഞാൻ പഠിക്കണത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. കാണുന്ന പോലും നല്ല കട്ടി. അപ്പോൾ സിബ്ലിങ്സ് ഉണ്ടോയെന്ന്. ഞങ്ങൾക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും 3 മക്കളാണ്. ആ 3ാമത്തെ ആളാണ് ഞാൻ. ട്വിൻസാണ് ഞങ്ങൾ. ട്വിൻസത്ത് ഒരാളാണ് ഞാൻ. ട്വിൻസത്ത് ഒരാൾ ജോലിക്ക് കയറി. അപ്പോൾ ആ ഇതിൽ പോകുന്നു. ഏട്ടനുണ്ട്, ഏട്ടനാണ് മൂത്തത്. ഏട്ടനും ജോലി ആ സംബന്ധമായിട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ 3 മക്കളാണ്. പിന്നെ പാരൻസ്, അച്ഛൻ അമ്മ, സന്തുഷ്ട കുടുംബം. എന്ത് ചെയ്യാം, ഒരാൾ ഈ വഴിക്കും ഒരാൾ ഈ വഴിക്കും പോകും. എന്ത് ചെയ്യാം. ഫസ്റ്റ് ക്രഷ് വന്നിട്ട് എനിക്കെന്തോ പോലെ. അല്ല, ഞാൻ എന്തിനപ്പം നാണിക്കണത്. ചമ. ഫസ്റ്റ് ക്രഷ് വന്നിട്ട് +2-ൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ബിഗ്ഗസ്റ്റ് ഫിയർ 2 ഉണ്ട്. 3 ഒന്ന് വെള്ളം, പിന്നൊന്ന് ഹൈറ്റ്. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ റീസെൻ്റായിട്ട് എറണാകുളത്തേക്ക് പോകണ്ടായിരുന്നു. എൻ്റെ കസിൻ്റെ വീട് അവിടെയാണ്. ഉപദേശിക്കാൻ പറ്റിയ നഗരമാണ് എറണാകുളം. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് ഞാൻ ഇറങ്ങില്ല, കാരണം വെള്ളം പേടിയായതുകൊണ്ട്. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇവൻ ചാടാൻ പറഞ്ഞു. ലൈക്ക് നമ്മളെന്തായാലും ഒരു കസിൻസൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുള്ള നടക്കുക. ഞാൻ എന്ത് ചെയ്തു, സ്റ്റെപ്പ് ഉള്ളവിടേക്ക് ചാടാൻ പറഞ്ഞു. സ്റ്റെപ്പ് ഇല്ലാത്തവർക്ക് ചാടി. ഞാൻ പോകുന്നു. ചാടിയിട്ട് ഞാൻ പിന്നെ പെടഞ്ഞുകൊണ്ടിരിക്കുക. പെടച്ചില്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ശ്വാസം മുട്ടി അവസാനം മുകളിലെത്തി. അതിനുശേഷം വെള്ളം പേടിയാണ്, പിന്നെ ഹൈറ്റ് പേടിയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ വീട്ടിൽ ടെറസിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഞാൻ ടെറസിൻ്റെ നമ്മുടെ സൺഷെയ്ഡ് ഇല്ലേ, അതിൻ്റെ ഇവിടെ ആയിട്ട് കാല് വെച്ചു. അറിയാതെ നേരെ പതക്കോ വന്നിട്ട് താഴത്തേക്ക് പോയിട്ട് ഞാൻ നമ്മുടെ മുതു കുത്തിയിട്ടാണ് വീണത്. ചെറിയൊരു ചതവുണ്ടായിരുന്നു. അത് പിന്നെ റിക്കവറായി. അതിനുശേഷം ഹൈറ്റും ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷവും വെള്ളവും പേടിയാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അങ്ങനെ അവസാനത്തെ ക്വസ്റ്റ്യൻ, അൺഫോർഗറ്റബിൾ മൊമെൻ്റ് ഇൻ ലൈഫ്. അത് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ സൈക്കിളൊക്കെ ഓടിക്കണ സമയത്ത് ഇങ്ങനെ ഈ റോഡ് സൈഡിലൂടെ സൈക്കിൾ ഓടിക്കുകയായിരുന്നു. ഓടിച്ചിട്ട് നേരെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പോസ്റ്റിൽ കൊണ്ട് ഒരറ്റ ഇടിച്ചിട്ട് സൈക്കിള് മറ്റേ ഭാഗത്തേക്ക് വീണു, ഞാൻ റോഡിലേക്ക് വീണു. ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയല്ലേ. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ബസ് പാസ് ചെയ്ത് പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പക്ഷേ മറ്റേ സ്റ്റിയറിങ് തിരിച്ചിരുന്നെങ്കിൽ എൻ്റെ തലയുടെ മുകളിൽ കൂടെ കയറി വരുന്നു. അതിനുശേഷം എനിക്ക്
അതിനെ ഒരിക്കലും മറക്കില്ല ഇപ്പോഴും. അത് ഇപ്പോഴാണ് ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോഴോ മറ്റോ 5ലോ അതിൻ്റെ താഴെയോ മറ്റോ പഠിക്കുമ്പോൾ ഉണ്ടായ ഇൻസിഡൻറ്റാണ്. സ്റ്റിൽ എനിക്കത് റിമെമ്പർ ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നുണ്ട്. അൺസഹിക്കബിൾ, അൺഫോർഗറ്റബിൾ. പിന്നെ ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തം കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഫോണിലത്തെ നെറ്റും തീരും ചാർജും തീരും. എന്നാൽ പിന്നെ സ്പ്ലിറ്റ് ആക്കിയിട്ട് ഇടുകയല്ലേ നല്ലത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.